ഹലോ പീപ്പിൾ, ദീപിൻ മൂവീസിലേക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. റിവ്യൂയിലേക്ക് പോകാം. എച്ച് വിനോദിൻ്റെ സംവിധാനത്തിൽ ദളപതി വിജയ് നായകനായ ചിത്രമാണ് ജനനായകൻ. സിനിമ ഞാൻ തിയേറ്റർ വഴി കണ്ട എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് ഞാൻ പറയാൻ പോകുന്നത്. സിനിമ ഒരു ശരാശരിയേ ഉള്ളൂ. ഇത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് പോകുന്ന ഒരു പ്രൊമോഷനായിട്ടുള്ള സിനിമയായിട്ടാണ് എടുത്തു വച്ചിരിക്കുന്നത്. പക്ഷേ ഇത് ഒരു കണ്ടൻറ്റും തന്നിട്ടുണ്ട്. ഭഗത് കേസരി റീമേക്ക് തന്നെയാണ് ഈ സിനിമ. പക്ഷേ അതൊരു വിജയണ്ണൻ്റെ സ്റ്റൈലിൽ എങ്ങനെ എടുത്തായിരിക്കും, അതാണ് ഈ സിനിമയെന്ന് പറയുന്നത്. അപ്പം ഇതിൽ കാണാനുള്ള കാരണം എന്ന് വെച്ചാൽ വിജയ് തന്നെയാണ് പ്രധാന കാരണം. പിന്നെ അനിരുദ്ധിൻ്റെ മ്യൂസിക്കൽ വർക്ക്, പിന്നെ വേറെ ബോബിയുടെ ചില കാര്യങ്ങൾ പറയുന്ന സത്യമാണ്. കാരണം എന്ന് വെച്ചാൽ ചിലർ സമൂഹത്തിൽ നടക്കുന്നൊരു കാര്യമാണ്. ബോബി വില്ലനാവും മുമ്പേ പോലീസ് വേഷത്തിൽ ഒരു കാര്യങ്ങൾ പറയുന്നുണ്ട്, അത് കറക്റ്റാണ് പറയുന്നത്, കറക്റ്റുള്ള കാര്യം. പിന്നെ പ്രകാശ് രാജായാലും കൊള്ളാം, മമിത ബൈജുവും പൂജ ഹെഗ്ഡി രണ്ടുപേരും വെറുപ്പിച്ചിട്ടില്ല. അവരവർക്ക് ചെയ്യാൻ പറ്റുന്ന കഥാപാത്രം. മമിത ഒരുപടി മുകളിലേക്ക് ലാസ്റ്റത്തെ ഒരു ക്ലൈമാക്സ് ഫൈറ്റിൽ അത് കിട്ടലൊരു ചെയ്തു വെച്ചിട്ടുണ്ട്. ഓവറല്ല, രണ്ടുപേരും ഓവറല്ല, എനിക്ക് തോന്നിയതാണ് ഞാൻ പറയുന്നത്. പിന്നെ ഇതിൽ വിജയണ്ണൻ്റെ ഒരു ഓറ, സ്ക്രീൻ പ്രസൻസ്, രക്ഷകൻ തന്നെയാണ്. എല്ലാവരും അറിഞ്ഞു വെച്ചാൽ എന്താണ് നടക്കാൻ പോകുന്നത്, എന്ത് രക്ഷകൻ തന്നെയാണ് സിനിമ. പക്ഷേ അദ്ദേഹത്തിൻ്റെ അവസാന പടമാണ്. ഇനി ഇതുപോലത്തൊരു പടം ഉണ്ടാവുമോ ഇല്ലയെന്ന് ഒരു പിടിയില്ല. ഇപ്പോൾ അദ്ദേഹം രാഷ്ട്രീയത്തിലിറങ്ങി CM ആയി. പിന്നെ ടൈറ്റിൽ കാർഡ് പറയേണ്ടത് കിടിലൻ ടൈറ്റിൽ കാർഡ് തന്നെയാണ്. പക്ഷേ അത്ര ബെറ്റർ ടൈറ്റിൽ കാർഡൊന്നുമല്ല. ടൈറ്റിൽ കാർഡ് കൊള്ളാം. OG ടൈറ്റിൽ കാർഡെന്ന് എപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പോഴും ലിയോയുടെ ടൈറ്റിൽ കാർഡ് തന്നെയാണ്. അതിനെ വല്ലതും വേറൊരു ടൈറ്റിൽ കാർഡ് വന്നിട്ടില്ല ഇതുവരെ നിലവിൽ തമിഴ് സിനിമയിൽ. അത് കിട്ടിയിലായിട്ട് വെച്ചിട്ടുണ്ട്. അതൊക്കെയാണ് പടം എന്ന് പറയുന്നത്. ലിയോ തന്നെയാണ് സത്യത്തിൽ വിജയണ്ണൻ്റെ കരിയറിലെ അവസാന പടം. അതാണ് എനിക്ക് മാത്രമല്ല, ഒരു ഭൂരിപക്ഷം പേർക്ക് അങ്ങനെ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ലിയോ 2 എടുത്ത് കത്തിച്ച് ബ്ലാസ്റ്റ് ആക്കിയിട്ട് നിർത്തേണ്ട ഒരു കരിയറായിരുന്നു അദ്ദേഹത്തിൻ്റെ. എന്തായാലും പോകട്ടെ. ലാസ്റ്റ് ഡാൻസ് എന്നൊക്കെ പറയുമ്പോൾ കിട്ടിലും കത്തിച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാം കൂടെ കൊണ്ടൊരു മിക്സായിരുന്നു സത്യം പറഞ്ഞാൽ. പിന്നെ അനിരുദ്ധിൻ്റെ കൈ കിട്ടിയാൽ അറിയാമല്ലോ, തിയേറ്റർ എല്ലാം കൂടെ കൊണ്ട് അദ്ദേഹം കത്തിച്ച് കൈ കൊടുക്കും. പിന്നെ ആക്ഷൻസ് ആയാലും വിജയുടെ ഒരു ഓറ ഉണ്ടല്ലോ, ഓറോ, അത് വേറെ ലെവൽ തന്നെയാണ്. എന്തൊക്കെ പറഞ്ഞാലും 1.5 കോടി ജനങ്ങൾ കണ്ട ഒരു പ്രിൻ്റ് തിയേറ്ററിൽ വന്നപ്പോൾ ഇങ്ങനെ ഒരു കൊലത്തൂക്ക് തൂക്കുമെന്ന് ആരും പ്രതീക്ഷ കാണത്തില്ല. കാരണം അതാണ് വിജയണ്ണനോടുള്ള സ്നേഹവും, അതുമാത്രമല്ല അദ്ദേഹത്തിനോടുള്ള ഇത്രയും വർഷം നമ്മൾ എൻ്റർടൈൻമെൻറ്റ് ഒരു നടൻ പെട്ടെന്ന് രാഷ്ട്രീയത്തിലേക്ക് പോകുമ്പോൾ ഇനി അദ്ദേഹത്തിൻ്റെ സിനിമയില്ല, മോർണിംഗ് ഷോ, ഫാൻ ഷോ, ഇതൊന്നും ഇല്ലെന്ന് പറയുമ്പോൾ ഒരു സങ്കടം തന്നെയാണ്. പക്ഷേ എന്നാൽ ചൈൽഡ്ഹുഡ് ബെസ്റ്റാക്കി തന്നതിന് അണ്ണന് വളരെയധികം നന്ദിയുണ്ട്. എന്തായാലും ഒരു സിനിമ കൂടെ ചെയ്യാതിരിക്കില്ല. 69 ഒതുക്കുമെന്ന് എനിക്ക് തോന്നില്ല, പറയാൻ പറ്റത്തില്ല. സിനിമ വരാതിരിക്കില്ല, പക്ഷേ വർഷങ്ങളാവും എന്നാണ് എനിക്ക് തോന്നുന്നത്, എൻ്റെ മനസ്സ് പറയുന്നത്. അപ്പോൾ ജനനായകൻ ഒരു ശരാശരി പടമാണ്. നിങ്ങൾക്ക് തിയേറ്ററിൽ കാണാൻ പോകണമെങ്കിൽ ഒറ്റ റീസൺ, വിജയണ്ണൻ്റെ അവസാന പടം. അത് മാത്രമല്ല, ഇനി ഇതുപോലത്തെ ഒരു പടം ഇല്ല. അങ്ങനെ വെച്ച് നിങ്ങൾക്ക് കാണാൻ ധൈര്യമായിട്ട് പോവാം. ഫാമിലി ആയിട്ട് തന്നെ പോവാം, കുഴപ്പമില്ല. സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് ചില കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഫാമിലി ആയിട്ട് ചെന്ന് കാണാൻ പറ്റും ഈ സിനിമ, വലിയ കുഴപ്പമില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എനിക്ക് ജനനായകൻ സിനിമയെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഇതിലൊരു പോലീസ് സെൻ്റർ ഉണ്ട് വിജയണ്ണൻ്റെ, അത് കിടില സാധനം. അത് മാത്രമല്ല ആ ഫൈറ്റിൻ്റെ ഇടയ്ക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കൂടെ ഉണ്ട്, ഒരു ഇംഗ്ലീഷും എല്ലാം കൂടെ ചേർത്ത് അനിരുദ്ധിൻ്റെ, അതും എല്ലാം കിട്ടിലായിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ജനനായകനിൽ ഇഷ്ടപ്പെട്ട പോർഷൻ ഏതെന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നിങ്ങളുടെ ആ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്. താങ്ക്സ്.